മലയാളത്തിൽ അഭിനയിച്ച മലയാളികളല്ലാത്ത നടിമാർ, അതും ബോളിവുഡിൽ നിന്നും ഇവിടെ വന്ന് മലയാള സിനിമയിൽ അഭിനയിച്ച നായികമാർക്ക് വേണ്ടി ആരൊക്കെയാണ് ഡബ് ചെയ്തതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അയാൾ കള്ളനൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലവനാ. ഇത് ഒറ്റ വീഡിയോയിലൊന്നും തീരില്ല. സോ ആദ്യം ഒരു 10 ഹിന്ദി നടിമാർ അവരഭിനയിച്ച മലയാള പടങ്ങളിൽ ശബ്ദം കൊടുത്തത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ബോളിവുഡ് ഹീറോയിൻസ് ആൻഡ് ദെയർ ഡബിംഗ് ആർട്ടിസ്റ്റ് ഇൻ മലയാളം മൂവീസ് പാർട്ട് 1. നമ്പർ 1. ഹിന്ദിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുള്ള നായികയാണ് തബു. തബസ്സും ഹാത്തിമ ഹാഷ്മി എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. ശരിക്കും പുള്ളിക്കാരി നോർത്ത് ഇന്ത്യക്കാരിയല്ല, ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ആണ് സ്വദേശം. മലയാളത്തിൽ കാലാപാനിയായിരുന്നു ആദ്യം അഭിനയിച്ച സിനിമ. ഇതുവരെ 4 മലയാള സിനിമകളിൽ തബു അഭിനയിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഉറുമിയിൽ ഒരു പാട്ട് സീനിൽ മാത്രമായിരുന്നു. കാലാപാനിയിൽ ചെറുപ്പകാലം കാണിക്കുമ്പോൾ തബുവിന് ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ്. ചിലതൊക്കെ എനിക്കും അറിയാം. ഇന്ത്യൻസ് ബേക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ. എന്നാൽ ഇതേ സിനിമയിൽ അവസാനം പ്രായമായി കാണിക്കുന്ന ഭാഗത്ത് ശബ്ദം കൊടുത്തത് ആനന്ദവല്ലിയമ്മയാണ്. കണ്ടോ മോനെ, സുഖാണോ? പാർവതിയെ കുറിച്ച് ഒരുപാട് ചോദിച്ചില്ലേ? കവർ സ്റ്റോറി എന്ന ചിത്രത്തിൽ തബുവിന് ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിവാദ സുന്ദരി ആരോടും പറയാതെ മുങ്ങി എന്നാവും നാളത്തെ പത്രങ്ങളിലെ തലക്കെട്ട്. നമ്പർ 2. ഇന്ത്യക്കാരി അല്ലാതിരുന്നിട്ടും ഇന്ത്യയിൽ വന്ന് നമ്മുടെ മനം കവർന്ന നായികയാണ് മനീഷ കൊയ്രാള. നേപ്പാളി സ്വദേശിയാണ് പുള്ളിക്കാരി. നേപ്പാളിലെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകളുമാണ്. മനീഷയുടെ അച്ഛനും നേപ്പാളിൽ മന്ത്രിയായിരുന്നു. ഹിന്ദിയോടൊപ്പം തമിഴിലും അഭിനയിച്ചിട്ടുള്ള മനീഷ വളരെ വൈകിയാണ് മലയാളത്തിലെത്തിയത്. 2010 ഇലക്ട്ര എന്ന സിനിമയിലൂടെ. ഇതിൽ മനീഷയ്ക്ക് ശബ്ദം നൽകിയത് നടി പ്രവീണയാണ്. അപ്പൊ നീ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എബ്രാഹിമിനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഇലക്ട്ര ശബ്ദം താഴ്ത്ത്. തുടർന്ന് 2016 ഇടവപ്പാതി എന്ന ചിത്രത്തിലും മനീഷ കൊയ്രാള അഭിനയിച്ചു. അതിൽ ശബ്ദം നൽകിയതും പ്രവീണയായിരുന്നു. ഒരുപാട് മുഖങ്ങൾക്കിടയിൽ ഒരു മുഖം ഓർത്തെടുക്കാൻ എനിക്ക് എല്ലാ കടവും ഞാൻ 90കളിൽ ഹിന്ദിയിലെ പൊന്നും വിലയുള്ള നടിയായിരുന്നു ഊർമിള മത്തോണ്ട്കർ. ഏതെങ്കിലും ഒരു ഭാഷയിൽ ആദ്യമായിട്ട് നായികയായി പുള്ളിക്കാരി അഭിനയിച്ചത് നമ്മുടെ മലയാളത്തിലാണ്. 1989 കമൽഹാസന്റെ നായികയായിട്ട് ചാണക്യൻ എന്ന സിനിമയിൽ. ഒരു കാര്യം മറന്നു, ഒരാൾ ഇന്നലെ വന്ന് വഴക്ക് പറഞ്ഞില്ലേ, അതെന്റെ അച്ഛനാ. ഈ സിനിമയിൽ ഊർമിളയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. അതും ഞാൻ കാരണോ? അതെനിക്ക് തോന്നിയിട്ട്. കാണുമെന്നും സംസാരിക്കുമെന്നും സ്നേഹിക്കുമെന്നും അച്ഛൻ വന്നപ്പോ പറഞ്ഞത് വെറുതെ. പിന്നീട് ബോളിവുഡിൽ തിരക്കേറിയ നായികയായതിനു ശേഷം 1995 തച്ചോളി വർഗീസ് ചേകവർ നേതൃത്വത്തിൽ മോഹൻലാലിന്റെ നായികയായി വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നു. ഇതിലും ഭാഗ്യലക്ഷ്മി തന്നെയാണ് ഊർമിളയ്ക്ക് ശബ്ദം നൽകിയത്. സണ്ണിയെ കൊന്നത് അവരല്ല, വേറെ ആരോ ആണ്. പക്ഷെ സാക്ഷിയായി പോയതുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്യാമു ഫ്രണ്ട്സ് എന്റെ പിന്നിലുണ്ട്. ഒറ്റ മലയാള സിനിമയിലൂടെ നമ്മുടെ ഹൃദയത്തിൽ കയറി കൂടിയ നായിക. നായികയായി ഒരു മലയാള സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബോളിവുഡ് നടിയാണ് ഭാവന പാനി. പ്രിയദർശൻ സംവിധാനം ചെയ്ത് 2004 റിലീസായ വെട്ടം എന്ന ചിത്രത്തിൽ ഭാവനയ്ക്ക് ഡബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയാണ്. ഇത് പബ്ലിക് പ്ലേസാ, താഴെ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ, പൊട്ടക്കണ്ണൻ, ഒന്നുകൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ, ഇനി വിളിക്കടി. അതിനൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പ്രിയദർശന്റെ തന്നെ ആമയും മുയലും എന്ന സിനിമയിലും ഒരു പാട്ട് സീനിൽ പുള്ളിക്കാരി വന്നിരുന്നു. ബോളിവുഡിൽ മാത്രമല്ല തെലുഗു, കന്നഡ, തമിഴ് ഭാഷകളിലും മുൻനിര നായികയായിരുന്നു. 70കളിലും 80കളിലും ജയപ്രദ. പുള്ളിക്കാരി ആന്ധ്ര സ്വദേശിയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിച്ചത് 1985 ജോഷി സംവിധാനം ചെയ്ത ഇനിയും കഥ തുടരും എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടാണ്. ഈ സിനിമയിൽ ജയപ്രദയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ആനന്ദവല്ലിയാണ്. എത്ര എളുപ്പം കഴിഞ്ഞു ഓരോന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അതിന് ഞാനെന്താ കരുതിയതെന്ന് രവിയേട്ടൻ അറിയാമോ? നാട്ടുകാരെന്തൊക്കെ പറഞ്ഞാലും എന്റെ രവിയേട്ടൻ എനിക്ക് വിശ്വാസമാണ്, എന്നെക്കാളും വിശ്വാസം.
എനിക്കതല്ല സങ്കടം. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 1983 സാഗര സംഗമം എന്ന തെലുഗു ചിത്രത്തിന്റെ മലയാളം ഡബിങ്ങിലൂടെ ജയപ്രദ ശ്രദ്ധേയായിരുന്നു. ഈ സിനിമയിൽ അവർക്ക് ശബ്ദം നൽകിയത് കോട്ടയം ശാന്തയാണ്. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞാൻ പാടുന്നതിൽ ഗ്രേറ്റ്, എന്റെ അഭിപ്രായ പ്രകാരം രഘു എഴുതുന്നതിൽ ഗ്രേറ്റ്, ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ ഡാൻസിൽ ഗ്രേറ്റ്. പിന്നീട് 2000 മോഹൻലാൽ നായകനായ ദേവദൂതനിലെ ആഞ്ചലീന അഥവാ എലീന എന്ന കഥാപാത്രമായിട്ട് ജയപ്രദ വീണ്ടും വന്നപ്പോൾ ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയായിരുന്നു. ഞാൻ കാണുന്നതിനുമപ്പുറം നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്, അദ്ദേഹം കാണാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. തുടർന്ന് അഭിനയിച്ച ഈ സ്നേഹതീരത്ത്, പ്രണയം, കിണർ എന്നീ സിനിമകളിൽ ജയപ്രദയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ആനന്ദവല്ലിയാണ്. அந்த வெங்கடராமையர் பொண்ணுக்கு தேதி குறிக்க வந்தப்போ ரொம்ப சந்தோஷமா இருந்தது. நாதனோட கம்ப்யூட்டர் கிளாஸுக்கு எப்படி பைசா கட்டுறேன்னு எனக்கு தெரியலையே. അത് നാഗമലയുടെ ഷാഡോ വാലിയാണ്. അവിടെങ്ങും വെള്ളമില്ല. ആർക്കറിയാം, വൈകിയമ്മന്റെ പ്രസാദം എന്ന നാട്ടുകാർ പ്രകൃതിയുടെ ഏതോ തരം വൈഭവം ഇനി ഒരിക്കലും കാണില്ല എന്ന് കരുതി എന്റെ പ്രാർത്ഥനയും അങ്ങനെയായിരുന്നു. പക്ഷേ അതിങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുന്നു. രാമചന്ദ്ര ബോസാൻകോ എന്ന സിനിമയിലും പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിഷ്വലുകൾ കിട്ടാനില്ലാത്തതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. അതുകൂടാതെ ചിലങ്ക, മേഘസന്ദേശം, അഗ്നിയാണ് ഞാൻ അഗ്നി, അങ്ങനെ കുറെ തെലുഗുവിൽ നിന്നും മലയാളത്തിലേക്ക് ഡബ് ചെയ്ത സിനിമകളിലും ജയപ്രദ അഭിനയിച്ചിട്ടുണ്ട്. 1992 മമ്മൂട്ടി നായകനായി അഭിനയിച്ച മഹാനഗരം എന്ന ചിത്രത്തിൽ നായികയായി വന്നത് ഹിന്ദി നടിയായ നീതാപുരിയായിരുന്നു. ഈ ചിത്രത്തിൽ നീതാപുരിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. അന്ന് വിശ്വേട്ടൻ ചന്തക്കാട് വിശ്വനായിരുന്നില്ല, വെറും വിശ്വനാഥൻ. മോഷ്ടിച്ചു അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്ന് 100-200 വെച്ച് അടിച്ചു മാറ്റി സ്വരുക്കൂട്ടിയിരുന്നതാ. 70കളിലും 80കളിലും ഒക്കെ ഹിന്ദിയിൽ തിരക്കേറിയ താരമായിരുന്നു കാജൽ കിരൺ. മലയാളത്തിലും അപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. 84 മമ്മൂട്ടിയുടെ നായികയായി ചക്കരയും എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലെത്തിയത്. ഈ ചിത്രത്തിൽ കാജലിന് ശബ്ദം നൽകിയത് ആനന്ദവല്ലിയാണ്. അന്ന് ഞാൻ സ്കൂട്ടറിൽ മുട്ടിയത്, കാർ ഓടിച്ചത് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്, മനഃപൂർവ്വമല്ലായിരുന്നു. കൂട്ടുകാരികൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. അതേ വർഷം തന്നെ മോഹൻലാലിനൊപ്പം ഉയരങ്ങളിൽ എന്ന സിനിമയിലും കാജൽ അഭിനയിച്ചു. അതിൽ ശബ്ദം നൽകിയത് കോട്ടയം ശാന്തയായിരുന്നു. മതി, വിസ്തരിക്കണ്ട. എനിക്കറിയുന്ന പോലെ ഗുണഗണങ്ങൾ മിസ്റ്റർ ജയരാജൻ അറിയില്ലല്ലോ. ആ ടൈറ്റിൽ മുമ്പ് ഞാൻ ചുമന്ന് നടന്നിട്ടില്ല. തുടർന്ന് 85 ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നു. അതിൽ കാജലിന് ശബ്ദം നൽകിയിരിക്കുന്നത് കോട്ടയം ശാന്ത തന്നെയാണ്. ഉമ്മ വരുമ്പം ഇതൊന്ന് കൊടുത്തേക്കാവോ? ഇക്ക വന്നപ്പോ നല്ല വലിയൊരു മീൻ കൊണ്ടുവന്നു. അതിന്റെ തലയും 2-3 കഷ്ണവും ഇത്തിരി ചാറുമാണ്. പ്രശസ്ത ഹിന്ദി താരം ജൂഹി ചവള അഭിനയിച്ച ഒരേ ഒരു മലയാള സിനിമയാണ് 98 റിലീസായ ഹരികൃഷ്ണൻ. മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായി വന്ന ഈ പടത്തിൽ ജൂഹി ചവളയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ശ്രീജ രവിയാണ്. നിങ്ങളെ പിണക്കാൻ വന്നവളല്ല ഞാൻ. എപ്പോഴോ എന്നോ നിങ്ങൾ കയറി ചുമ്മാ എന്നെ അങ്ങ് സ്നേഹിക്കുന്നു. ഒരു ഘട്ടം എത്തുമ്പോ രണ്ടുപേരും കൈയൊഴിയാ, മറ്റേ ആൾ എടുത്തോന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ? പഴയ ബോളിവുഡ് നായിക തനുജ, അതായത് നമ്മുടെ ഹിന്ദി നടി കജോലിന്റെ അമ്മ, പുള്ളിക്കാരി മലയാളത്തിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 1980 തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിൽ സുകുമാരനൊപ്പം. ഇതിൽ തനുജയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നത് നടി ടി.ആർ. ഓമനയാണ്. ഈ വേഷം നന്നോ? എന്താ? ഒന്നുമില്ല. സോറി, ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ഇതേ സിനിമയിൽ നായികയായ തനുജയുടെ മകൾ കജോലും അതുപോലെ നായകനായി അഭിനയിച്ച സുകുമാരന്റെ മകൻ പൃഥ്വിരാജും ജോഡികളായിട്ട് ഒരു ഹിന്ദി സിനിമ വരുന്നുണ്ട് 2025 സർസമീൻ. ദുൽഖർ സൽമാൻ നായകനായിട്ട് അഭിനയിച്ച സല്യൂട്ട്, ഈ സിനിമയിൽ അഭിനയിച്ച ബോളിവുഡ് നടി ഡയാന പെൻഡിക്ക് വേണ്ടി ശബ്ദം നൽകിയത് ഗായികയും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ആനമിയാണ്. എങ്ങനുണ്ട്? കൊള്ളാം. ശരിയാ. I would never have thought of that. Okay. I can understand that about others, but മാളൂനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ഈ വീഡിയോയിൽ 10 ബോളിവുഡ് നടിമാരെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മലയാളികളല്ലാത്ത നായികമാർ മലയാളത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെയൊന്നും പൂർണ്ണമാവുകയില്ല. ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് അടുത്ത പാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യം. ആരും ഒരു തടഞ്ഞില്ലേ? ആർക്കെങ്കിലും ഓട്ടോ നമ്പർ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന്? എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? നിന്റെ അമ്മയും പെങ്ങളെ ആരെങ്കിലും കയറി പിടിച്ചാലും നീയൊക്കെ നോക്കി നിന്ന് കൈയടിക്കുവോ? രാക്കിളി പാട്ട് എന്ന ചിത്രത്തിൽ തബുവിനെ ഡബ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഉത്തരങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും കാണാം. ശരി എന്നാ.
നിൻ